അച്ഛൻ സൂപ്രണ്ടിങ് എഞ്ചിനീയർ, അമ്മ ചീഫ് എഞ്ചിനീയർ. മകൾക്ക് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹം. എന്തുകൊണ്ട് മോൾ എഞ്ചിനീയർ ആയില്ല? ഡോക്ടറായ മകള് അതും സർജറി തന്നെ തിരഞ്ഞെടുത്തു, സർജനായി. ഒരാളുടെ ജീവിതത്തിൽ ഒരു സിനിമ, അയാൾ കണ്ട ഒരു സിനിമ വരുത്തിയ മാറ്റമാണ്. അത് വേറെ സിനിമയല്ല, നമ്മുടെ ലാലേട്ടന്റെ നിർണയം എന്ന് പറയുന്ന ഒരു സിനിമയാണ് അയാളുടെ ജീവിതത്തെ ഡോക്ടറാക്കി, അതും ഒരു സർജനാക്കി മാറ്റാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകിയത്. ഒരു സിനിമ കണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അത് വേറെ ആരുമല്ല, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ യുവ സൂപ്രണ്ടായി നിയമിക്കപ്പെട്ട ഡോക്ടർ ലക്ഷ്മി പി എല്ലിന്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. ലാലേട്ടന്റെ നിർണയം എന്ന സിനിമ കണ്ട് സർജനായി മാറിയ ഡോക്ടർ ലക്ഷ്മി പി എൽ നമ്മുടെ കൊച്ചുവേളി വ്ലോഗ്സിലൂടെ അവരുടെ അനുഭവ കഥകൾ പങ്കുവെക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ നാട്ടുകാരിയാന്ന് പറയുമ്പോൾ വീട് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും മുഹമ്മന്ന് പറയും. അത് കഴിയുമ്പോൾ ഞാൻ അടുത്തുള്ള ആരെങ്കിലും പറയുമ്പോൾ ഞാൻ അപ്പം പറയും ഞാൻ അവിടെ താമസിച്ചിട്ടില്ല. അത്യാവശ്യം അച്ഛനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അല്ലെ അമ്മയെ അറിയുന്നുണ്ടാവും, എന്നെ അറിയുന്നവർ കുറവാണ്. അവരുടെ മോളെന്നുള്ള രീതിയിലല്ലാതെ എന്നെ അറിയാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇപ്പോൾ അമ്മ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം മാത്രമേ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ മൂത്താളെ പ്രസവിച്ചപ്പോൾ 2 മാസം അടുപ്പിച്ച് നിന്നതാണ് ഞാൻ ഈ വീട്ടിൽ നിന്നിട്ടുള്ളൂ. വയനാടായിരുന്നു, 7th സ്റ്റാൻഡേർഡ് വരെ വയനാടായിരുന്നു. 8th, 9th, 10th ഞാൻ മാതയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 10th അന്ന് 89.9%, ഇപ്പം 90% മാർക്ക് ഉണ്ടായിരുന്നു. ആ മാർക്ക് കിട്ടി നേരെ തൃശ്ശൂർ പോകാൻ. സാധാരണ എല്ലാവരും തൃശ്ശൂരേക്ക് പാലയിലേക്ക് അല്ലെങ്കിൽ പോകുന്നത് എന്താ പറയുക, പാരൻസ് നിർബന്ധിച്ചു, അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ മക്കൾ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് പാരൻസ്. ഇതങ്ങനെയല്ലായിരുന്നു, തിരിച്ചായിരുന്നു. എനിക്ക് തൃശ്ശൂർ പോകണം എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. വേറൊന്നല്ല, എനിക്ക് സർജൻ ആയാൽ മതിയായിരുന്നു. സർജറി എന്തിനു സർജൻ ആവണം എന്നുള്ളതിന് നമുക്ക് സർജറിയുടെ ബാക്കി കഥ. ഇപ്പം എന്തിനാണ് സർജൻ ആയെന്ന് ചോദിച്ചാൽ ഒരു കഥ എല്ലാത്തിനും കാണുമല്ലോ. അപ്പൊ കഥ എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടന്റെ നിർണയം. അതിനകത്ത് എന്താ പറയാ, റിഫ്രാക്ഷൻ വേണ്ടിയിട്ട് ആ സ്പോട്ട് ഡയഗ്നോസ് ചെയ്ത് സംതിങ് അത് ക്ലിക്ക് ചെയ്തു. നോക്കുമ്പോൾ പിന്നെ നോക്കാൻ ദാറ്റ്സ് ഗുഡ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ എനർജീനെ ആപ്റ്റിറ്റ്യൂഡിനെയും മാനേജ് ചെയ്യാൻ, ഒരു ചാനൽ ചെയ്യാൻ, സപ്ലൈം ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് സർജറി എന്നുള്ള സാധനം. എനിക്ക് ക്ലിക്കായി. ഇവർ എൻ്റെ ഒരു എഞ്ചിനീയേഴ്സ്. അപ്പം അമ്മ പറഞ്ഞ മാതിരി അമ്മ എന്നെ കളിയാക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ഇവര് ഈ എവിടെ പോകാൻ നേരത്തും കൂടെ ഞാനും കാണും. കൂടുതലും ഞാനാണ് അമ്മയുടെ കൂടെ. അമ്മയുടെ കൂടെ ഞാൻ സൈറ്റിൽ പോയിട്ടുണ്ട്, ചെക്ക് മെഷർ ചെയ്യാൻ പോയിട്ടുണ്ട്, ഈ ബില്ല് പാസ്സാക്കാൻ നേരത്തെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഈ സാധനം ഈ അമ്മയ്ക്ക് പൊക്കം കുറവായതുകൊണ്ട് ടേബിളിലിട്ട് ചെയറിന് അഡീഷണൽ ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫയലും കൂടെ വെച്ച് അമ്മയെ കാണൂല. മിക്കവാറും അതിന്റെ അടിയിൽ ഞാനും കാണും. അതിന് ഈ പച്ചപ്പേന അമ്മ ഇങ്ങനെ ചിലത് ഇങ്ങനെ കുത്തി വരയ്ക്കും, ചിലത് ഫുൾ ഒപ്പിടും. എന്തിനാ ഇങ്ങനെ? എനിക്ക് ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പൊ വൈ എന്നുള്ള സാധനം ചോദിച്ച് മറ്റേ അമ്മ കളിയാക്കുന്ന വെച്ചാൽ അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കാൻ പഠിച്ച മാതിരിയാണ് ഞാൻ PWD പറ്റി പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പിന്നൊരു ഇൻട്രസ്റ്റ് അങ്ങനെ തോന്നിയില്ല. പിന്നെ ഇപ്പം അത് പിന്നെ നേരെ തൃശ്ശൂര് 2 years ചിന്മേല +1 +2. പക്ഷെ അതിന്റെ കൂടെ തന്നെ PC തോമസ് സാറിന്റെ അടുത്ത് തന്നെ കഴിഞ്ഞു. ആ വർഷം തന്നെ എൻട്രൻസ് ക്ലിയർ ചെയ്തു. 5 മെഡിക്കൽ കോളേജിലും കിട്ടുമായിരുന്നു. അന്ന് കേരള എൻട്രൻസിൽ എനിക്ക് 5 മെഡിക്കൽ ഓൾ ഇന്ത്യയിലും ക്ലിയർ ചെയ്തായിരുന്നു. പക്ഷെ കേരളത്തിൽ 5 മെഡിക്കൽ കോളേജിലും കിട്ടും. അപ്പൊ ഏത് മെഡിക്കൽ കോളേജ് എടുക്കണം എന്ന് ആലോചിച്ചപ്പം സ്വാഭാവികമായി ആലപ്പുഴ വേണ്ട, വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് വേണ്ട. വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് പോയി വരില്ല. അപ്പൊ കോളേജിന്റെ ബാക്കി സാധനമൊന്നും കിട്ടില്ല. ഉള്ളതിൽ 5 ഏറ്റവും ദൂരം ഉള്ളത് കാലിക്കറ്റ് ആയതുകൊണ്ടും വയനാടിനോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കോഴിക്കോട് വയനാട് നമുക്ക് ആ ഒരു പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2005 49th ഞങ്ങൾ ബാച്ച് പറയും. 49th ബാച്ചിൽ MBBS ജോയിൻ ചെയ്തു. ഓഗസ്റ്റ് 1-ാം തീയതി ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങി. അപ്പൊ എന്റെ കൂടെ പഠിക്കാൻ വന്ന വേറൊരാളാണ് ഇപ്പൊ എന്റെ പാർട്ട്ണർ. ഞങ്ങള് അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ഒരു പ്രേമവിവാഹം അല്ല. ഞങ്ങൾക്ക് ഒരു സംശയം ഇല്ലാതെ വരെ ഞങ്ങൾ പ്രേമിച്ചിട്ട്, അതിലൊരു സംശയം വേണ്ട, എന്റെ ബാച്ച്മേറ്റ് ആണ്. അപ്പം നമ്മളൊരു 3rd year തൊട്ട് ആദ്യം നമ്മൾ അടുത്തടുത്ത ടേബിൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. 3rd year തൊട്ട് ഗുഡ് ഫ്രണ്ട്സ് ആയി. ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ഹൗസ് സയൻസ് കഴിഞ്ഞപ്പോൾ ഒരുമിച്ചങ്ങായി. അത് കഴിഞ്ഞ് PG 2nd year ആണ് ഞങ്ങളുടെ കല്യാണം. അപ്പം ഹൗസ് ഏജൻസി കഴിഞ്ഞ് പിന്നെ അവിടെ ആ സമയത്ത് തന്നെ അമ്മ ഇതിനിടയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് അമ്മ തൃശ്ശൂർ പ്രൊമോഷനായിട്ട് SA ആയിട്ട് വന്നു.
അപ്പൊ അനിയത്തിയും തൃശ്ശൂരേക്ക് വന്നു. ഞാൻ അവിടുന്ന് ഹൗസ് ഏജൻസി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും അമ്മയ്ക്ക് ലാസ്റ്റ് പ്രൊമോഷൻ സി ആയിട്ട് അമ്മ ട്രിവാൻഡ്രത്തേക്ക് പോയി. ഫസ്റ്റ് എനിക്ക് ഈ സർജറി എന്ന് പറഞ്ഞ തന്നെ ഉള്ളതുകൊണ്ട് ഹൗസ് ഏജൻസി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള എൻട്രൻസിന് എനിക്ക് ജസ്റ്റ് എന്റെ തൊട്ട് മുമ്പുള്ള ആളെ ലാസ്റ്റ് സർജറി സീറ്റ് ഒഴിവായി. അത് കഴിഞ്ഞ് ബാക്കി കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഫസ്റ്റ് ചാൻസ് അല്ലേ, സർജറി ഇത്ര അടുത്ത് കിട്ടുമെങ്കിൽ എനിക്ക് വേറെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തേ. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ സർജറി, ഓഫ് കോഴ്സ് സർജറി തന്നെ. അത് എന്റെ ചോയ്സിൽ വേറെ ഒന്നുമില്ല. സർജറി ഇതൾ സർജറി എഴുതിയിട്ട് ബാക്കി കോളേജുകളുടെ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അമ്മ അന്നേരം ട്രിവാൻഡ്രത്തേക്ക് എത്തി. അങ്ങനെ പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സർജറി ഡിപ്പാർട്ട്മെന്റിൽ 2013 PG ആയി കയറി. 2016 ഞാൻ അവിടെ പാസ് ഔട്ട്. ഞങ്ങൾ രണ്ടുപേരും ഹൗസ് ഏജൻസി കഴിഞ്ഞ് ഇറങ്ങുന്ന കൂടെ തന്നെ അന്ന് കേരള PSC DHS അസിസ്റ്റന്റ് സർജൻ ആയിട്ടുള്ള കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പിയർ ചെയ്തിരുന്നു. റാങ്ക് ലിസ്റ്റിൽ വന്നു. ഞങ്ങൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു, അഡ്വൈസ് വന്നപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഈ PG ചെയ്തിരിക്കുന്നതുകൊണ്ട് ജോയിനിങ് ടൈം എക്സ്റ്റൻഷൻ വാങ്ങി. അത് കഴിഞ്ഞ് 16 ജൂലൈ 31 ആണ് ഞങ്ങളുടെ കോഴ്സ് കഴിയുന്നത്. ഓഗസ്റ്റ് 1 ഞാൻ 2016 വൈക്കം താലൂക്ക് ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ സർജറി കഴിഞ്ഞുകൊണ്ട് അന്ന് അവിടെ സർജൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രൊഫഷണൽ JC ആയിട്ട് വർക്ക് ചെയ്തത്, സർജറി ജൂനിയർ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അവിടെ നിന്ന് ഇരിക്കുമ്പോഴാണ് ആ ഡിസംബറിൽ 16 ഡിസംബറോ 17 ജാനുവരിയോ ആയിട്ടാണ് ഈ DME ഇപ്പോഴത്തെ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള തസ്തികയിലേക്കുള്ള PSC വരുന്നത്. അത് അപ്ലൈ ചെയ്ത ആ ഒരു വർഷം പീരീഡ് എക്സാം കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞ്, മോൾ ഉണ്ടായി കഴിഞ്ഞാണ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുന്നത്. 18 മോൾ ഉണ്ടായി കഴിഞ്ഞാണ് 17 എക്സാം, 18 ഇന്റർവ്യൂ. അത് കഴിഞ്ഞ് 2020 നവംബറിലാണ് എനിക്ക് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ജനറൽ സർജറി ആയിട്ട് DME പോസ്റ്റിംഗ് ആവുന്നത്. അത് 2 കോവിഡ് വേവിന്റെ ഇടയിലാണ്. അപ്പൊ ഇവിടെ വന്നു. നമുക്ക് ഹോം സ്റ്റേഷൻ ഇപ്പൊ ചോയ്സ് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ആലപ്പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കും വേണ്ട ഇവിടെ പോസ്റ്റിംഗ്, ആർക്കും വേണ്ട. കിട്ടിയാൽ ഈ ജസ്റ്റ് വന്നു പോകാം. അത് പല കാരണമുണ്ട്. ഒരാൾ ആലപ്പുഴയിൽ നിന്ന് ചോദിച്ചു വരാൻ നേരത്തെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ പിന്നെ അവിടെ നിന്നോ, അവിടെ നിൽക്കാൻ ഒരാളുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ആലപ്പുഴ ഭയങ്കര സന്തോഷത്തോടെ, മറ്റേ ഒരു പിടിയും ഇതുമില്ല, വേണമെന്ന് പറഞ്ഞ് അവർ തന്നു. അങ്ങനെ ഹോം സ്റ്റേഷൻ ആലപ്പുഴയായിട്ട് ഞാൻ ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു. സജീവ സാറിന്റെ കൂടെയായിരുന്നു. ഞാനിപ്പോഴും സാറിന്റെ കൂടെ തന്നെയാണുള്ളത്. അതേ ഈ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന നമ്മൾ നാട്ടുകാരാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ മാതിരി RMO എന്നുള്ള പോസ്റ്റ് ഇതിനു മുമ്പ് ഈ 2023 നവംബർ തൊട്ട് ഞാൻ RMO ആണ്. അത് റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ, സൂപ്രണ്ടിന്റെ തൊട്ട് താഴെ വരുന്ന പോസ്റ്റാണ്. RMOനെ ആക്ച്വലി നാട്ടുകാർക്ക് അറിയില്ല. RMOനെ ആക്ച്വലി അറിയുന്നത് ഞങ്ങളുടെ സ്റ്റാഫിനാണ്. അങ്ങനെയാണ് നമ്മളെ വൈഫ് മിസ്സസായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. കാരണം ഈ വിവരാവകാശം, നിയമസഭാ ചോദ്യം, പിന്നെ പരാതികൾ, എൻക്വയറി, ഇതൊക്കെയാണ് RMOയുടെ ഒരു പരിധിയിൽ വരുന്ന സാധനങ്ങൾ. ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അത് ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് D1. ആ D1ന്റെ ക്ലർക്കായിട്ടാണ് അവിടേക്ക് വന്നത്. എനിക്ക് പറ്റൂല മാഡം ഇത്രയും സാധനം ഹാൻഡിൽ ചെയ്യാൻ, നന്നേ പറഞ്ഞു. ഭയങ്കര ടയറിങ് അല്ല, ഈ 30 ദിവസത്തിനുള്ളിൽ എത്തണം. അതും ഈ എല്ലാവർക്കും ചോദ്യങ്ങൾ. ഈ ആരോഗ്യ രംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നേരത്തെ ആ ഫ്ലൂട്ട് ഏത് ശ്രുതിയാന്ന് ചോദിച്ച് അതിന്റെ വാക്കുകൾ മനസ്സിലാവുന്നല്ലാതെ എന്നിട്ട് ഇവരെന്തൊക്കെ ABCD പറയുന്നുണ്ട്. ആ ABCD ആണെന്നല്ലാതെ ഇവരുദ്ദേശിക്കുന്ന ABCD എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ അവർ രണ്ടുപേരും കൂടെ അത് പറഞ്ഞു അത് D ആണ് B ആണ് അല്ല എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനമാക്കി ശ്രുതിയാക്കി അവർ വായിക്കാൻ തുടങ്ങി. നമുക്ക് ആ പാട്ട് അവള് വായിച്ചപ്പോ വളരെ വളരെ മനോഹരമായിരിക്കുന്നു. അമ്പലപ്പുഴ കണ്ണനെ പറ്റി ആലോചിക്കുന്നു. പക്ഷെ ആരോഗ്യരംഗത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാല് ഡോക്ടറെക്കാളും അഭിപ്രായം ബാക്കി എല്ലാവർക്കും ഉണ്ട്. അപ്പം ഒരു അസുഖം നമുക്ക് പല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. പേഷ്യന്റ് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഡിസ്കഷനിലാണ്. പക്ഷെ ഇവിടെ അതല്ല. അവർ തമ്മിലൊരു തീരുമാനം ഉണ്ടാക്കിയതിനെ എങ്ങനെ സംശയം കൊണ്ട് മാറ്റാം എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ എല്ലാം. അഭിപ്രായങ്ങൾ നല്ലതാണ്, പക്ഷെ നമ്മളത് പറയുമ്പോൾ ആരുടെ അഭിപ്രായത്തിന് എഗെയിൻസ്റ്റാ പറയുന്നതെന്നുള്ളത് എന്താ സംശയം ചോദിക്കരുത് നല്ലതാണ്. നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് തലവേദന 60 വയസ്സ് തലവേദന പെർസിസ്റ്റന്റ് ഹെഡേക്ക് ആദ്യം ബ്രെയിൻ ട്യൂമർ വരും. പക്ഷെ ടെൻഷൻ ഹെഡേക്ക് ആയിരിക്കും. അതിനെ ബ്രെയിൻ ട്യൂമർ എന്ന് ആലോചിച്ചിട്ട് വീണ്ടും ആലോചിക്കാൻ നേരത്തെ ടെൻഷൻ ഹെഡേക്ക് വീണ്ടും കൂടും. അപ്പം ഗൂഗിളും ഇത് എല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ആ ഫൈനൽസ്. അപ്പൊ AI വരുമ്പോഴാണെങ്കിൽ പോലും ഡോക്ടർ ഇപ്പം പറഞ്ഞു നമ്മൾ എന്തുകൊണ്ടെന്ന്. ഒരിക്കലും ഈ പറഞ്ഞ മാതിരി ഇപ്പം മിക്കവാറും കാണുന്ന ആൾക്കാർ ഇപ്പൊ സാറ് പറഞ്ഞു, പല സാറും പല ആൾക്കാരെയും കണ്ടു ചെയ്തു എന്നാണ്.
സാർ പറഞ്ഞാൽ ഒരു തിരുത്തുണ്ട്, ഞങ്ങൾക്കും ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഉണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജിനും ഉണ്ട്. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും ആദ്യം പറയുന്ന ഒരു സാധനം, അല്ല ഇവിടുത്തെ നാട്ടുകാർ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇങ്ങനെ കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ച് ആക്സിഡന്റ് ആകുമ്പോൾ സീരിയസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ആംബുലൻസ് നേരെ കോട്ടയത്തേക്ക് വിട്ടുവെന്ന് പറയും. അതല്ല വലിയ കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് വെച്ച് കെട്ടിയാൽ ഇങ്ങോട്ട് കയറ്റാം, അല്ലെങ്കിൽ പിന്നെ അവിടെ കയറിയിട്ട് അങ്ങോട്ട് പോകണ്ടല്ലോ, നേരെ അങ്ങോട്ട് പോകാം. അപ്പം എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ ഭയങ്കര പാടാ. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രുതികളാണത്, വാസ്തവമാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ നമുക്കിപ്പോ അവിടെ ഒരു 3000-ന് മേലെ പേഷ്യൻസ് എല്ലാ ദിവസവും വന്നു പോകുന്നുണ്ട്. 3000-ന് മേലെ പേഷ്യൻസ് വന്നു പോകുന്നുണ്ട്. അതിനകത്ത് 60-ന് മേലെ നമ്മൾ മേജർ സർജറീസ് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ഹാർട്ട് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഓർത്തോ ഉണ്ട്, ഇന്റർവെൻഷൻ റേഡിയോളജി, നമ്മൾ പെരിഫറൽ ആൻജിയോ ചെയ്യുന്നുണ്ട്. ആ ഒരുമാതിരി ഇപ്പം കോട്ടയത്ത് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയർ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് തമാശ എന്താന്ന് വെച്ചാൽ കോട്ടയത്ത് രാത്രി സീറ്റ് എടുക്കൂല. ഈ അടുത്ത കാലത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ സീറ്റ് എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇവിടെ ഞങ്ങൾ എടുക്കും, പക്ഷെ ആൾക്കാർ അവിടെ പോകും. എന്നിട്ട് ഇവിടെ അവർക്ക് കട്ടിലേ കിടക്കുന്ന ചികിത്സ അവിടെ അവർക്ക് തറയിൽ കിടന്ന് കിട്ടിയാൽ അവർക്ക് സന്തോഷം. അപ്പം ഇത് പക്ഷെ ഇത് രണ്ടും മെഡിക്കൽ കോളേജാണ്, രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പെർസെപ്ഷൻ ആണല്ലോ. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് തോന്നുന്നതേ ശരിയുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ, നമ്മളുടെ കണ്ണിൽ ശരിയാണെ അത് ശരിയാണ്. അത് ശരിക്കും ശരിയാണോ, അല്ല ഇപ്പം 6-9 മാതിരിയാണത്. അവിടെ നിന്ന് നോക്കുമ്പോൾ 6, ഇവിടെ നിന്ന് നോക്കുമ്പോൾ 9 അത് നമ്മൾ ഒരുപോലെ കാണുകയാണെങ്കിൽ അത് പോകത്തുള്ളൂ. അപ്പം കുറച്ച് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പം നടക്കുന്നത്, ഇപ്പം ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് നമ്മൾ അഡ്വാൻസ് സർജറി ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ ചെയ്തത് 4.5 കിലോ ട്യൂമർ എടുത്തു, പ്ലസ് 4.5 കിലോ ട്യൂമർ എടുത്തു. ഇതിപ്പോ അത് നമ്മളുടെ ജോലിയാണ്. അതിനെടുത്തിപ്പോ നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ എല്ലാ സാധനവും എടുത്ത് പബ്ലിഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പത്രത്തിന്റെ ഒരു ഇതിനൊന്നും മാത്രം ഉണ്ടാവും. പക്ഷെ നേരെ ഇപ്പൊ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ഇപ്പോഴും കുറെ നമ്മളുടെ ഇപ്പം എന്തെങ്കിലും ഫോറിൻ ബോഡീസ്, റിട്ടൈൻഡ് ഫോറിൻ ബോഡീസ് എന്ന് പറയുന്ന സാധനങ്ങളും. പിന്നെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പം ഈ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാധനം എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പൊ ഒരു സാധനം വാങ്ങിച്ചു കിട്ടാനുള്ള പാട് സാറിന് അറിയാം. നമ്മളൊരു റിക്വസ്റ്റ് എഴുതുന്നു, പോകുന്നു, ബഡ്ജറ്റ് നോക്കുന്നു, ചെയ്യുന്നു. അത്രയും കഷ്ടപ്പെട്ട് വേറൊന്നുമല്ല, നമ്മൾ സെൽഫിഷ്നെസ് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ തന്നെ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിയെടുക്കുന്ന ഒരു സാധനം നമ്മൾ വെറുതെ ഒരാളുടെ അടുത്ത് വെച്ചിട്ട് പോകാൻ വേണ്ടി തിരിച്ചു വെക്കോ? ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത കേസ് ചെയ്യാനെങ്കിലും അത് വേണ്ടേ? പറഞ്ഞുകൊണ്ട് എന്തായാലും ആരും അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പം അത് മാഡം അല്ല സർജറി ചെയ്ത്, അത് വേറെ മൊത്തത്തിൽ വേറെ ഒരു സംഭവം. പക്ഷെ അതേ പറഞ്ഞ നമ്മളിപ്പം ഞാൻ ചെയ്യുകയാണെങ്കിലും ഇപ്പം അറിഞ്ഞോണ്ട് ഇപ്പം ഇവന് പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുവോ? അല്ല, ഒന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളെ നമ്മൾ കാണുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു വലിയ ഗ്രേ ഏരിയ ഉണ്ട്. അതായത് എല്ലാ അസുഖത്തിനും അതിൻ്റെതായ കോംപ്ലിക്കേഷൻ ഉണ്ട്. കോംപ്ലിക്കേഷൻ ചികിത്സാപ്പിഴവല്ല, പക്ഷെ അത് അങ്ങനെ കരുതിയ ഇതിന് ന്യൂസ് വാല്യൂം റീച്ചും ഇല്ല. അപ്പൊ ആ ഒരു റീച്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അനാസ്ഥ എന്ന് പറയുന്നിടത്ത്, അതായത് മനുഷ്യൻ എവല്യൂഷൻ വൈസ് തന്നെ അനാസ്ഥകളെ അറിയേണ്ട കാര്യമുള്ളൂ, അല്ലാതെ കാര്യമായി ചെയ്ത കാര്യം അറിയേണ്ട കാര്യമില്ല. ഇപ്പം അതായത് ഇപ്പൊ അരങ്ങ് ഞങ്ങൾക്കറിയാത്തതും അമ്മയും അച്ഛനും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കറിയാത്തതും, കാരണം അതെല്ലാം ജോലി മാത്രമാണ്, അത് ഉത്തരവാദിത്തം മാത്രമാണ്. ഒരാള് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം ഇത് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഇവിടുത്തെ ആൾക്കാര്, ഇവിടുത്തെ നാട്ടുകാര്, ഇവിടുത്തെ രീതി അതങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. ഇപ്പം ഒരു സമയത്ത് ഇപ്പം നല്ലത് പറഞ്ഞത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലത് പറയും. അത് കഴിയുമ്പം അതേ ആൾക്കാർക്ക് തന്നെ ചീത്തയും പറയാം. ഈ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്തേ പറ്റും. അത് ചെയ്യാൻ നമ്മൾ അതിനുള്ള വഴി കണ്ടുപിടിക്കുക. നമ്മൾ പറയില്ലേ, കർമ്മണ്യം അധികാരസ്ഥ. എനിക്കിതിനകത്ത് ബെനിഫിറ്റോ അതോ എനിക്ക് ആ ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് ഓരോ കാര്യങ്ങളാണ്. ഇപ്പം ത്രൂ ഔട്ട് കരിയർ, നമുക്ക് 30 years സ്പാനിൽ കരിയർ ഉണ്ട്. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പെരിമീറ്റർ കെട്ടാൻ വേണ്ടിയിട്ടും അവിടെ വർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അടിയും, അത് കഴിഞ്ഞ് ഇത് ആ സെയിം സാധനം. ഈ കഥകളെല്ലാം നമ്മൾ കേട്ടും കണ്ടും തന്നെയാണ് വന്നത്. കഥകൾ പറയാനാണെങ്കിൽ അപ്പം എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതും ആലപ്പുഴ എന്ന് പറയുന്നതും എൻ്റെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമാണ്. കാരണം ഇതിനകത്ത് നമ്മളുടെ തന്നെ ആൾക്കാർ ചെയ്തു വെച്ച സാധനം ഇപ്പൊ ഈ പറഞ്ഞ മതി ഒറ്റയടിക്ക് മാറുന്നില്ല. ഇപ്പോഴും ആൾക്കാർ കോട്ടയത്തേക്ക് പോകണം അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം ഒന്ന് നമ്മൾ ഇത് പറയാൻ നേരത്തെ പെർസെപ്ഷൻ പറയാൻ നേരത്തെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് പറയും, ICUയിൽ ഇങ്ങനെയാണ്, നമ്മൾ വെന്റിലേറ്ററിലാക്കി അത് ചെയ്തു, ഇങ്ങനെയൊക്കെ സിക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒക്കെ പറയും. എന്നാൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം, അല്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം നമ്മൾ ഒരിക്കലും പറയില്ല. നിന്നാ പോവും. ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്, ഞാൻ തന്നെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ വള്ളത്തുനിന്ന് വീണ് വന്നു, ഞാൻ കൊണ്ടുവരുന്ന വഴി ക്രാഷായി, ഞങ്ങൾ നേരെ OT കയറ്റി ആള് നടന്ന് വീട്ടിൽ പോയിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം വന്നു, ട്രെയിനിൻ്റെ ഇടയിൽ പോയിട്ട് ഇഞ്ചുറി ആയിട്ട്, അത് അവര് റെസ്ക്യൂ ചെയ്ത് ഇപ്പം പത്രത്തിൽ വന്ന് കാണും ആ കേസ്. അത് നിയർ ഡെത്ത് കേസായിരുന്നു, ഞങ്ങൾ കയറ്റിയെടുത്തു. ഇപ്പം ആളുണ്ട്. ബാക്കി കാസർഗോഡ്
അപ്പം ഇത് കഥകളിപ്പം വരുന്നത് അവിടെ പോകുന്ന ഈ 10,000-4,000 പേര് എല്ലാവരും കയറി ഫേസ്ബുക്കിൽ ഇടത്തില്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ വരും. വൃത്തിയില്ലാത്തത് ഉപയോഗിക്കുന്നവരും കൂടെ വൃത്തിക്ക് ഉപയോഗിക്കണമെന്നേ. ആലപ്പുഴയിൽ വരുന്ന എന്താ, ആലപ്പുഴക്കാർക്ക് വേണം, ആലപ്പുഴക്കാർക്ക് കൂടെ. അത് അല്ല, അവിടെ ഇപ്പം ആലപ്പുഴയിലുള്ള ഇത് ഇവിടുത്തെ റീച്ചിനെ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ആ റീച്ച് നിങ്ങൾ ഉണ്ടാക്കി തരണം. ഇത് വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം ആ റീച്ച് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. ഇത് വേറെ ആരും വന്ന് ചെയ്യൂല. നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതിന്റെ മുമ്പിൽ ഉള്ള എല്ലാ സാധനങ്ങളും ആ റീച്ച് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം അതിനാണ് എനിക്ക് ഇപ്പം ഈ ആദരവ് ഒക്കെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി ആ പേര് മാറ്റാൻ ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഒന്നും നടക്കൂല. ആ പേര് മാറണമെന്നുണ്ടെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഇതിന്റെ ആദരവും എന്നോട് ആശംസയും പറയുന്നതിന്റെ ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിനെ നന്നാക്കാനുള്ള ആ ഒരു അവസരങ്ങൾ വരുന്ന സമയത്തും പറയുന്ന സമയത്തും ആ ഒരു, ഇപ്പം സാറ് പറഞ്ഞു കോട്ടയത്തെ അത്രയും പറഞ്ഞു, പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഞാൻ ഘടകവിരുദ്ധമായി മൊത്തം ഇപ്പം അത് ഞങ്ങളുടെ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെയും കൂടെ ഞാൻ പറയും. 6 മണി വരെ ജോലി ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ഗ്ലോറിഫൈ ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്യേണ്ട ഒരു സംഭവമല്ല. നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യും. കാര്യം ശരിയാണ്, നമ്മൾ ഇരിക്കും. ഇപ്പൊ ഞാനും ഇരിക്കും, 6 മണി വരെയൊക്കെ ഇരിക്കും. അമ്മയും അച്ഛനും ഒക്കെ മാർച്ച് സമയത്തൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലും അച്ഛനും അമ്മേനെ. കാരണം അന്ന് ആ ഒരു പീരീഡിൽ പ്രത്യേകിച്ച് നമ്മൾ 10ാം ക്ലാസ് പഠിക്കാൻ നേരത്തൊക്കെ എല്ലാവരും എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ലീവ് എടുത്ത് മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്റെ അച്ഛനും അമ്മയും വീട്ടിൽ കാണൂല. ഇടയ്ക്ക് കുളിക്കാനും പല്ല് തേക്കാനും വന്ന് പോകുന്നുണ്ടാവും. കാരണം അത്രയും ആ ട്രഷറിയിൽ ബില്ല് മാറുന്ന സമയമാണ് അവർക്ക് പ്രൈമറി വരെ. അത് നമുക്കറിയാം, അത് അവർക്കും അറിയാം, ഞങ്ങൾ പഠിക്കുന്നുള്ളത് അവർക്കും നല്ല വിശ്വാസമുണ്ട്. വർക്ക് ചെയ്യുന്നത് ആ ഗ്ലോറിഫിക്കേഷൻ വരാൻ നേരത്ത് അത് അവകാശമായിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നും. അങ്ങനെയല്ല, അതിന് ഡ്യൂട്ടി ടൈം കൃത്യമാണ്. അതിന് വേണ്ട നമുക്ക് കൃത്യം ആൾക്കാരെയും സ്റ്റാഫിനെയും നമുക്ക് വേണം. അതിന് നിൽക്കാനുള്ള ഇതിപ്പം ഇനിയിപ്പം എല്ലാം ഇവൻച്വലി ഇപ്പൊ ഇന്റർവെൻഷണൽ റേഡിയോളജി ഞങ്ങൾക്ക് മൊത്തം ഫുൾ ടൈം ഇല്ല. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉള്ളത്. പെരിഫറൽ ആൻജിയോ ചെയ്യുന്നുണ്ട്, CT ആൻജിയോ, MRI എല്ലാം ചെയ്യുന്നുണ്ട്. പെരിഫറൽ ആൻജിയോ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് മാത്രമല്ല, ഞങ്ങളുടെ കാർഡിയോളജിസ്റ്റും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് 1000 കേസിന് മുകളിൽ നമ്മൾ 1 ഇയറിന് ചെയ്യുന്നുണ്ട് പെരിഫറൽ ആൻജിയോ. കാത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മേജർ സംഭവങ്ങളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നുണ്ടെന്ന് ആലപ്പുഴ ചെയ്ത് അത് ആലപ്പുഴയിലുണ്ട്, കോട്ടയത്താണെങ്കിൽ വാവ് എന്നുള്ളൊരു സംഭവം മാറണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴക്കാർ, പ്രത്യേകിച്ച് ചേർത്തല, ഇപ്പൊ നമുക്ക് വണ്ടാനത്തേക്ക് പോകുന്നതും കോട്ടയത്തേക്ക് പോകുന്നതും ഒരുപോലെയാണ്. അപ്പൊ അതൊരു ഫാക്ടറാണ്. കാരണം രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ എത്തും. ഇപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ ന്യൂറോ സർജറി കേസും RT എല്ലാം ചെയ്യുന്നുണ്ട്, ട്രോമ ഓർത്തോ ചെയ്യുന്നുണ്ട്. മികച്ചത് അതിനേക്കാൾ മികച്ചതെന്നല്ല ആലപ്പുഴയും കോട്ടയവും. ഇപ്പൊ രണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണത്. കാലഘട്ടത്തിൽ ഏതൊക്കെ ഡോക്ടർമാരുണ്ട് അവരെ മുഴുവൻ കോട്ടയത്ത് കൊണ്ടുവരണം. അതാണ് ആ കോട്ടയത്തിന്റെ പ്രത്യേകത. അതാണ് അതിന്റെ പ്രത്യേകത. എവിടെ നല്ല ഡോക്ടർ ഉണ്ടോ അവരവിടെ. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആദരവ് ഞാൻ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം. കാരണം ഈ ഒരു പേര് മാറ്റും എന്നല്ല ഞാൻ പറയുന്നത്, മാറണമെങ്കിൽ ഞാനല്ല ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും കൂടെയാണ് ചെയ്യേണ്ടത്. ദർ ഇസ് നോ ഐ ഇൻ ദിസ് ടീം എന്ന് പറഞ്ഞ മാതിരി എന്റെ ടീം MCH എന്റെ കൂടെ ഉള്ളവരെല്ലാവരും നമ്മൾ ഇതേ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാം നല്ല സിനിമാറ്റിക് ആയിട്ടാണല്ലോ എല്ലാവരും പറയാറ്. നമ്മുടെ KGF പറയുന്ന മാതിരി നിന്റെ കൂടെ 1000 പേരുണ്ടെന്ന് കരുതിയിട്ടല്ല നമ്മൾ ഈ യുദ്ധത്തിന് ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങുമ്പം എന്റെ കൂടെ 1000 പേരുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെയാണ് ഈ പറഞ്ഞ മുൾക്കിരീടം ഞാൻ എടുത്തു വെച്ചത്. സാർ പറഞ്ഞ മാതിരി അത് ചെറുതല്ല, വലുത് തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ആദരവിന് നന്ദി.